കുറ്റാന്വേഷകർ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു വാക്യമുണ്ട്, പഴുതുകളില്ലാത്ത കുറ്റകൃത്യം നടക്കാറില്ലെന്ന്. കുറ്റവാളി അവശേഷിപ്പിച്ചു പോകുന്ന എന്തെങ്കിലും ഒന്ന്, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് മിക്ക കുറ്റാന്വേഷകരും കേസുമായി മുന്നോട്ട് പോകുന്നത്. എത്ര വലിയ മാസ്റ്റർ പ്ലാൻ ഇട്ടാലും പ്രകൃതി അവിടെ ഒരു ചെറിയ തെളിവ് ബാക്കി വയ്ക്കും. ചിലപ്പോൾ അതൊരു മുടിയിഴയാകാം, അല്ലെങ്കിൽ ഒരു തുള്ളി ചോരയാകാം. എന്നാൽ മഹാരാഷ്ട്രയിലെ ഈ കേസിൽ കൊലപാതകിയെ ഒറ്റിക്കൊടുത്ത് മറ്റൊരു കാര്യമാണ് അയാളുടെ വസ്ത്രം. അതെ, ക്രൂരമായ കൊലപാതകത്തിൽ തെളിവായി മാറിയത് കൊടും വേനലിലും പ്രതിധരിച്ച ഒരു പ്രത്യേക വസ്ത്രം. സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള ചരിത്രപ്രസിദ്ധമായ ലോഹഗഡ് കോട്ടയിലാണ്. ജൂൺ 18 പ്രഭാതം. തൻ്റെ പ്രതിശ്രുത വധു സിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ആ മലമുകളിലേക്ക് എത്തിയതായിരുന്നു 26-കാരനായ കേതൻ അഗർവാൾ എന്ന കോടീശ്വരനായ യുവ വ്യവസായി. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അയാൾ കാൽ വഴുതി 400 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വീണ് മരിക്കുന്നു. പ്രതിശ്രുത വധു സിയ കരഞ്ഞുകൊണ്ട് പോലീസിനെ വിളിക്കുന്നു. ശക്തമായ കാറ്റായിരുന്നു സാർ. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അവൻ കാൽ വഴുതി താഴേക്ക് പോയി. വരുന്ന നവംബറിൽ ഉദയ്പൂർ കൊട്ടാരത്തിൽ 14 കോടി രൂപ മുടക്കി നടത്താനിരുന്ന അവരുടെ രാജകീയ വിവാഹമാണ് ഇല്ലാതായത്. പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് അതൊരു അപകടമായി കണക്കാക്കി. ഒരു പാവം ചെറുപ്പക്കാരൻ്റെ നിർഭാഗ്യം. പക്ഷേ അതിനിടയിലാണ് കഥ മാറിയത്. കേതൻ ഒരു പ്രൊഫഷണൽ ട്രക്കറായിരുന്നു. അവൻ വെറുതെ കാൽ വഴുതി അങ്ങനെയൊന്നും വീഴില്ല എന്ന് കുടുംബം ഉറപ്പിച്ചു പറഞ്ഞതോടെ പോലീസ് കോട്ടയുടെ താഴെയുള്ള ടിക്കറ്റ് കൗണ്ടറിലെ CCTV ദൃശ്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചു. ക്യാമറയിൽ കേതനും സിയയും സന്തോഷത്തോടെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ണുടക്കിയത് അവർക്ക് 10 മീറ്റർ പിന്നിലായി നടന്നു പോകുന്ന മൂന്നാമത്തെ വ്യക്തിയിലായിരുന്നു. ഷോർട്സും ധരിച്ച് തലവഴി കട്ടിയുള്ള ഒരു ഹുഡി വലിച്ചിട്ട് മുഖം മറച്ച് അതിനു മുകളിലൂടെ ഒരു ഹെഡ്ഫോണും വച്ച് നടക്കുന്ന ഒരു അജ്ഞാതൻ. ഉദ്യോഗസ്ഥൻ അന്ന് രാവിലത്തെ കാലാവസ്ഥാ റിപ്പോർട്ട് ഒന്ന് എടുത്തു നോക്കി. 33 ഡിഗ്രി സെൽഷ്യസ്, ചുട്ടുപൊള്ളുന്ന വെയിൽ. മനുഷ്യൻ വിയർത്തുരുകുന്ന ആ സമയത്ത് ഒരാൾ എന്തിനാണ് വിന്റർ ഹുഡി തലവഴി മൂടിയിട്ട് നടക്കുന്നത്? ആ ഒറ്റ സംശയത്തോടെ പോലീസ് ആ ഹുഡിക്കാരൻ്റെ പിറകെ പോയി. ഒടുവിൽ അവർ ആ സത്യം കണ്ടെത്തി. അത് മറ്റാരുമായിരുന്നില്ല, പ്രതിശ്രുത വധു സിയുടെ കാമുകൻ ചേതൻ ചൗധരി. സിക്ക് കല്യാണത്തിന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെയാണ് കേതനെ ജന്മദിനത്തിനെന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം മലമുകളിലെ വിജനമായ സ്ഥലത്തേക്ക് എത്തിച്ചത്. അവിടെ നേരത്തെ കാത്തുനിന്ന ചേതനും സിയും ചേർന്ന് ആ ചെറുപ്പക്കാരനെ 400 അടി താഴേക്ക് തള്ളിയിട്ടു. CCTVയിൽ മുഖം പതിയരുത് എന്ന ബുദ്ധിയിലാണ് ചേതൻ കൊടും ചൂടിൽ ഹുഡി വലിച്ചിട്ടത്. ഇന്ന് സിയും ചേതനും ജയിലിലാണ്. ഒരു ക്രൈം ത്രില്ലർ സിനിമയെ വെല്ലുന്ന ഈ റിയൽ ലൈഫ് അന്വേഷണത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.